ഹലോ എവ്രിവൺ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഗ്യാമ്പിറ്റാണ് കാണാൻ പോകുന്നത്. സ്റ്റാഫോർഡ് ഗ്യാമ്പിറ്റ് എന്നാണ് ഈ ഗ്യാമ്പിറ്റിൻ്റെ പേര്. സ്റ്റാഫോർഡ് ഗ്യാമ്പിറ്റ് നമ്മൾ ബ്ലാക്ക് എടുത്ത് കളിക്കുമ്പോൾ കളിക്കാവുന്ന ഒരു ഗ്യാമ്പിറ്റാണ്. റഷ്യൻ ഗെയിം എന്നൊരു ഓപ്പണിങ്ങിലാണ് നമ്മൾ ഇത് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് കളിക്കുന്നത് എന്ന് നോക്കാം. വൈറ്റ് E4 എന്ന മൂവ് ചെയ്ത് കളി സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മൾ E5 കളിക്കുന്നു. വൈറ്റ് നൈറ്റ് ടു F3 കളിക്കുന്നു. അടുത്തത് ബ്ലാക്കിൻ്റെ മൂവാണ്. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ റഷ്യൻ ഗെയിം അല്ലെങ്കിൽ പെട്രോസ് ഡിഫൻസ് എന്ന് പറയുന്നത്. പെട്രോസ് ഡിഫൻസിനെ പറ്റി പറയുകയാണെങ്കിൽ വൈറ്റ് ഒരു അഗ്രസീവ് പ്ലെയർ ആണെങ്കിൽ ആ അഗ്രസീവ് നേച്ചറിനെ തടയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ട്രാറ്റജിയാണ് ഈ പെട്രോ ഡിഫൻസ് എന്ന് പറയുന്നത്. കാരണം പെട്രോസ് ഡിഫൻസിന് ശേഷം വൈറ്റിനെ അഗ്രസീവായിട്ട് കളിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു പൊസിഷനിൽ വൈറ്റ് അടുത്തതായിട്ട് കളിക്കാൻ സാധ്യതയുള്ള മൂവ് എന്ന് പറയുന്നത് വൈറ്റിൻ്റെ നൈറ്റ് ഉപയോഗിച്ച് ബ്ലാക്കിൻ്റെ E5ലുള്ള പൗൺ ക്യാപ്ചർ ചെയ്യുകയായിരിക്കും. ഇതിനുശേഷം ഏറ്റവും കൂടുതൽ കളിച്ചു കാണുന്ന മൂവ് D6 ആയിരിക്കും. ഇതിനുശേഷം നൈറ്റ് F3യിലേക്ക് തന്നെ പോകുന്നു. നമ്മൾ നമ്മുടെ നൈറ്റ് വെച്ച് വൈറ്റിൻ്റെ E4 പൗണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് വൈറ്റ് ക്യൂൻ ടു E2 കളിക്കുന്നു. നമ്മൾ ക്യൂൻ ടു E7 കളിക്കുന്നു. പെട്രോസ് ഡിഫൻസിൻ്റെ ഒരുപാട് വാരിയേഷനിൽ ലാസ്കർ അറ്റാക്ക് വാരിയേഷൻ എന്നൊരു വാരിയേഷനാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. ഇതല്ലാതെ ഒരുപാട് വാരിയേഷൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് നോക്കുന്നത് ഇതല്ല. നമ്മൾ ഇന്ന് നോക്കുന്നത് പെട്രോസ് ഡിഫൻസിലെ സ്റ്റാഫോർഡ് ഗ്യാമ്പിറ്റ് എന്ന വാരിയേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ പെട്രോസ് ഡിഫൻസിൻ്റെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്നും വൈറ്റ് നമ്മുടെ E5ലുള്ള പൗണിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇതിനുശേഷം നമ്മൾ നൈറ്റ് ടു C6 കളിക്കുന്നു. ഇതിനെയാണ് സ്റ്റാഫോർഡ് ഗ്യാമ്പിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ വൈറ്റ് ഇവിടെ നോക്കുമ്പോൾ വൈറ്റിന് നമ്മുടെ C6ലുള്ള നൈറ്റിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡീലാണ്. കാരണം വൈറ്റ് ഒന്നാമതേ തന്നെ ഒരു പൗൺ മുന്നിലാണ്. അതിൻ്റെ കൂടെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീക്യാപ്ചർ ചെയ്യുമ്പോൾ നമുക്ക് C5ൽ ഒരു ഡബിൾഡ് പൗണ്ട്സ് കൂടെ വരും. അപ്പോൾ വൈറ്റ് നോക്കുമ്പോൾ ഇത് നല്ലൊരു ഡീലാണ്. ഇതിനുശേഷം നോക്കുകയാണെങ്കിൽ നമ്മുടെ F6ൽ ഇരിക്കുന്ന നൈറ്റ് വൈറ്റിൻ്റെ E4ലുള്ള പൗണിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈറ്റിന് ഇത് തടയാനായിട്ട് പല രീതിക്ക് കളിക്കാവുന്നതാണ്. ഏറ്റവും കൂടുതൽ കളിക്കാറുള്ള മൂവ് പൗൺ ടു D3 ആണ്. വൈറ്റ് ഈ പൗണിനെ എന്ത് വില കൊടുത്തും സംരക്ഷിക്കാൻ നോക്കും. കാരണം വൈറ്റിന് ആദ്യം തന്നെ ഒരു സെൻട്രൽ പൗൺ ലീഡ് കിട്ടിയതാണ്. അടുത്തതായി ബ്ലാക്ക് ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനുശേഷം വൈറ്റ് കളിക്കാൻ ചാൻസ് ഉള്ള മൂവ് ബിഷപ്പ് ടു G5 ആണ്. ബിഷപ്പ് ടു G5 കളിച്ച് നമ്മുടെ നൈറ്റിനെ പിൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നിന്നും നമ്മൾ നമ്മുടെ ട്രാപ്പ് ആരംഭിക്കുകയാണ്. അതിനായി നമ്മൾ നമ്മുടെ പിന്നിങ്ങിലുള്ള നൈറ്റിനെ വെച്ച് E4ലുള്ള വൈറ്റിൻ്റെ പൗണിനെ വെട്ടിയെടുക്കുന്നു. അപ്പോൾ വൈറ്റ് ഇവിടെ ആക്രാന്തം കയറി നമ്മുടെ ക്യൂനിനെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റിൻ്റെ കാര്യം തീരുമാനമായി. കാരണം ഇതിനുശേഷം ബിഷപ്പ് ക്യാപ്ചർ F2 ചെക്ക്. ഇതിനുശേഷം കിങ്ങിന് ആകെയുള്ളൊരു മൂവ് എന്ന് പറയുന്നത് കിങ് ടു E2 എന്ന മൂവാണ്. ഇതിനുശേഷം ബിഷപ്പ് ടു G4 വരുമ്പോൾ ചെക്ക്മേറ്റ് ആകുന്നു. ഇനി ഈ അപകടം മണത്തിട്ട് വൈറ്റ് നമ്മുടെ ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ വൈറ്റ് കളിക്കാൻ സാധ്യതയുള്ള മൂവ് എന്ന് പറയുന്നത് നമ്മുടെ E4ലുള്ള നൈറ്റിനെ പൗണ് വെച്ച് ക്യാപ്ചർ ചെയ്യുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കളി തീർക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബിഷപ്പിനെ കൊണ്ട് F2 പൗണിനെ വെട്ടി ചെക്ക് കൊടുക്കുക. ഇവിടെ കിങ്ങിനുള്ളത് 2 മൂവാണ്. ഒന്നെങ്കിൽ കിങ്ങിന് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിന് E2ലേക്ക് മൂവ് ചെയ്യാം. കിങ് നമ്മുടെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്താൽ നമുക്ക് വൈറ്റിൻ്റെ ക്യൂനിനെ എടുക്കാം. അതല്ലാതെ കിങ് E2ലേക്കാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബിഷപ്പ് ടു G4 ചെക്ക് കൊടുക്കുക. ഇവിടെ കിങ്ങിന് ആകെ ചെയ്യാവുന്നത് നമ്മുടെ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യുക എന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമ്മുടെ ക്യൂൻ വെച്ച് വൈറ്റിൻ്റെ ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുക. ഇവിടെ നിന്ന് വളരെ എളുപ്പത്തിൽ ജയിച്ചു പോകാവുന്നതാണ്. ഇനി ഈ ഒരു പൊസിഷനിൽ നമ്മൾ നേരത്തെ കണ്ട പോലെ ബിഷപ്പ് നമ്മുടെ ക്യൂനിനെ ക്യാപ്ചർ ചെയ്യുന്നുമില്ല, പൗൺ വെച്ച് നൈറ്റിനെയും ക്യാപ്ചർ ചെയ്യുന്നില്ല. വൈറ്റ് പിന്നെ കളിക്കാൻ സാധ്യതയുള്ള മൂവ് എന്ന് പറയുന്നത് ബിഷപ്പ് ടു E3 ആണ്.
അതായത് നമ്മൾ ആ F2 സ്ക്വയറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആ F2 സ്ക്വയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ബിഷപ്പിനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് വൈറ്റിൻ്റെ ബിഷപ്പിനെ നമ്മുടെ ബിഷപ്പ് വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു. ഇതിനുശേഷം വൈറ്റ് ഉറപ്പായിട്ടും റീക്യാപ്ചർ ചെയ്യും. ഇതിനുശേഷം നമ്മൾ ക്യൂൻ ടു H4 ചെക്ക് കൊടുക്കുന്നു. ഇവിടെ വൈറ്റിന് കളിക്കാവുന്നത് 2 മൂവ്സ് ആണ്. ഒന്ന്, കിങ്ങിനെ വേണമെങ്കിൽ E2ലേക്ക് മൂവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്ത മൂവിൽ ക്യൂൻ F2 വരുന്നതോടെ ചെക്ക്മേറ്റ് ആകുന്നതാണ്. അപ്പോൾ വൈറ്റിന് ഈ ചെക്കിനെതിരെയുള്ള അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് പൗണ്ട് ടു G3 കളിച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വൈറ്റ് പൗണ്ട് ടു G3 കളിച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ നൈറ്റ് ഉപയോഗിച്ച് G3 പൗണ്ടിനെ ക്യാപ്ചർ ചെയ്യുന്നു. ഇനി ഇവിടെ വൈറ്റിൻ്റെ പൗണ്ട് നമ്മുടെ നൈറ്റിനെ ക്യാപ്ചർ ചെയ്താൽ നമുക്ക് വൈറ്റിൻ്റെ റൂക്കിനെ ക്യാപ്ചർ ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, വൈറ്റ് റൂക്കിനെ G1ലേക്ക് മാറ്റി നമ്മുടെ നൈറ്റിനെ അറ്റാക്ക് ചെയ്താൽ നമ്മൾ ആദ്യം നൈറ്റിനെ E4ലേക്ക് മാറ്റി ക്യൂവിന് വെച്ച് ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുക്കുക. ഇപ്പോൾ വൈറ്റ് കിങ് ടു E2 കളിച്ചാൽ ക്യൂവിന് G2 വരുന്നതോടെ ചെക്ക്മേറ്റ് ആകും. ഇനി അതല്ല, റൂക്ക് ടു G3 കളിച്ച് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം H2 പൗണ്ടിനെ ക്യൂവിന് വെച്ച് ക്യാപ്ചർ ചെയ്യുന്നു. ഇതിനുശേഷം റൂക്ക് G2 കളിച്ച് ക്യൂനിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മൾ ആദ്യം ക്യൂൻ H4 ചെക്ക് കൊടുക്കുന്നു. ഇനി വൈറ്റ് എന്ത് കളിച്ചാലും കാര്യമില്ല, നമുക്ക് വൈറ്റിനെ പെട്ടെന്ന് തന്നെ തോൽപ്പിക്കാം.